ആ നിർത്ത് നിർത്ത്. എന്താ സാർ? ബുക്കും പേപ്പറും ഉണ്ടോ? ബുക്കില്ല, പേപ്പറുണ്ട് സാർ, വായിച്ചിട്ട് തരണേ. ഇതല്ല, വണ്ടിയുടെ ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തോണ്ട് സാറിന് എടുത്തേക്കല്ലേ. കൊണ്ടുവാടോ. ആ, ഇത് നമ്മുടെ സാറല്ലേ? അതെ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ദൈവം അന്ന് ഏത് കാലമായിരുന്നു ഉണ്ട്, ഇത് തന്നെയായിരിക്കും. അയ്യോ കാലുവയ്യേ. സാർ നമസ്കാരം. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന്. ആണോ? അത് ശരി. എന്നിട്ട് അയാൾ വളരെ റഫ് ആയിട്ടാണല്ലോ സാർ എന്റെ അടുത്ത് പെരുമാറിയത്. അയാളോ? നമുക്ക് അയാളങ്ങ് സസ്പെൻഡ് ചെയ്താലോ? എങ്ങനെ? വേണ്ട സാർ, പാവം വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടല്ല, എങ്ങനെയാണ് ജീവിച്ച് പോട്ടെ സാർ. പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ? നീ ഇന്ന് തനിച്ചുള്ളോ? മറ്റേ അന്തനോടെ ഏതെന്തേ? അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ. ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവും മരിച്ചു പോയി സാർ. അത് പോട്ടെ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞു, നിന്റെ കാലിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? കാലിന് അന്നത്തെ തിരക്കിൽ ഞാനും പറയാൻ വിട്ടുപോയി. അമ്മ പോളിയോ എടുക്കാൻ മറന്നുപോയതാണ് സാർ. അമ്മ പോളിയോ എടുക്കാൻ പറഞ്ഞതിന് നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത്? അമ്മ എന്റെ കാലിനാണ് സാർ പോളിയോ എടുക്കാൻ മറന്നുപോയത്. പാവം അമ്മയല്ലേ സാർ, ഇപ്പൊ എവിടെയാണോ എന്തോ. നീ വിഷമിക്കണ്ട, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അയാളൊന്ന് കണ്ടാലോ? പിന്നെന്താ, നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ? പോട്ടെ സാർ. എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ കാണാലോ. ഇറങ്ങി വാടാ ഡോക്ടറെ. ഇത് ഡോക്ടറൊന്നുമില്ല സാറിന് വെറുതെ പറ്റിക്കാട്ടോ. ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി. സാർ എന്നോട് ക്ഷമിക്കണം സാർ, എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം. കൈക്കൂലി പണിക്ക് തരാം. സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ് അല്ലേ? കുറെ നാളെ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് ഇട്ടല്ലോ സാർ. കാശും തരൂല, ഇപ്പൊ കളിയാക്കാനും തുടങ്ങി. ഇവരങ്ങനെ വെറുതെ വിടരുത് സാറേ. ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികണെ നിർത്തിക്കൊണ്ട് മനസ്സിലായല്ലോ. ഈയുടെ കാശ് കൊടുക്കും. ഒരു 2 വർഷം, ഒരു 2 വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല. അതുകൊണ്ട് ഒരു 10 ദിവസം. എന്ത് പറയുന്നു? സാറ് പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്താ സാറിന് വിശ്വാസമില്ലേ? സാർ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ, ഞാൻ തന്നില്ലെങ്കിൽ സാറ് തരും ഇല്ലേ സാർ? 10 ദിവസത്തിനകം ഈയുടെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ല. അതെന്താ സാർ? 3 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുത്തു. അതായിരിക്കും നല്ലത്. പോരേടോ. മതി, വലിയ ഉപകാരം സാർ. എന്നാ സാർ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട് പോകുന്നു? ഇയാളെ കൊണ്ട് വീട്ടിലാക്കിട്ട് പോയാൽ മതി. ഓക്കെ സാർ, ബെസ്റ്റ് ഓഫ് ലക്ക്. ബസ് സ്റ്റോപ്പിലേക്കല്ല, വീട്ടിലേക്ക്. ഓക്കെ സാർ. ഞാൻ എന്തിനാ ചോട്ടനെ? ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ. ഇവനൊക്കെ തൂക്കി അകത്തിട്. മാഡം, മാഡം. യെസ്. സ്വാമിനാഥൻ അയച്ചെന്ന ഗിഫ്റ്റാ. 2 പേർക്കുണ്ട്. ഒരെണ്ണം അപ്പുറത്ത് കൊടുത്തു.
എവിടെയായിരുന്നില്ല ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ തോന്നിയില്ല നിനക്ക്? എന്തായാലും ഞാൻ വന്നില്ലേ അപ്പൊ എങ്കിൽ ഇനി നീ ഞങ്ങളെ വിട്ടു പോവില്ലെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് അമ്മാവുക്ക്. അമ്മയ്ക്ക് മാത്രമല്ല, ദാ രണ്ടുപേരോട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ഗൗതം. ആ, ഹലോ. ശീതലിന്റെ ബ്രദർ. ഓ സോറി, അപ്പാക്ക് ശീതൾ ആരാന്നറിയില്ലല്ലേ? ഇല്ല. വരൂ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നിങ്ങൾ പിണക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ അത് മാറ്റി മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ മതി ഞങ്ങളുടെ വിവാഹം എന്ന ഒറ്റ വാശിയിൽ ഇറങ്ങി തിരിച്ച കക്ഷി. എന്തായാലും പിണക്കൊക്കെ മാറ്റി എനിക്കിവരെ പഴയ പോലെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഗോപൻ, അരവിന്ദേട്ടനല്ലേ? കൊറേ നേരം ഒരാളോട് നിക്കാൻ തുടങ്ങിയിട്ട്. മാമ? മാമേ, അത് വേറെ പണിയാണ് ആള്. അമ്മാവന് സൊല്ല. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നെ കളഞ്ഞു പോയി എന്ന് വിചാരിച്ച മുതലല്ലേ നമ്മുടെ മുമ്പിൽ ഒന്ന് ചിരിച്ചു നിൽക്കുന്നത്. നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കാം. ഉള്ളപാടാ കണ്ണ. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. വേണ്ട, ഇത് രണ്ടും നിങ്ങൾ പിരിഞ്ഞു താമസിച്ച വീടല്ലേ? ഏയ്, ഇവിടെ വേണ്ട. നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലമല്ലേ? നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. മടങ്ങിപ്പോണവരെ ശീതളും ഗോതവും അവിടെ താമസിക്കട്ടെ. അതെ, അപ്പൊ സമയം കാണണ്ട, നമുക്ക് വേഗം പോവാൻ. നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. ദേ, നീ ചിരിക്കണ്ട, നീ പഠിച്ച കള്ളിയാ. ഐ എം സോറി അങ്കിൾ, നിങ്ങളോടെല്ലാം പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ. പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്.